രാഷ്ട്രപതിയുടെ റഫറൻസ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഗവർണറുടെ വിവേചനാധികാരം ഭരണഘടനയ്ക്ക് വിധേയം. ബില്ലുകളിൽ തീരുമാനം നീളുന്നതിൽ എങ്ങനെ പരിഹാരം കാണാനാകുമെന്നാണ് കോടതി ചോദിക്കുന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുമോ എന്നാണ് ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ പരിശോധിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപിക, ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ഭരണഘടനയുടെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസ് നൽകിയിരുന്നു. പ്രധാനപ്പെട്ട 14 ചോദ്യങ്ങളായിരുന്നു രാഷ്ട്രപതി ഉന്നയിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കേസിന്മേലുള്ള വാദം തുടർന്നു വരികയാണ്. ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയം നിശ്ചയിക്കുന്നതല്ലെങ്കിൽ അതിൽ വൈകുന്നത് അവസാനിപ്പിക്കാൻ എന്താണ് ഒരു പോംവഴി എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള വാദങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഗവർണർമാർ പ്രവർത്തിക്കുന്നത് ഭരണഘടന അനുസൃതമായിട്ടാണ്, ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് ഗവർണർമാരുടെ വിവേചനാധികാരമുള്ളത്. അത് സർക്കാരുകളെ എതിർക്കാനല്ല, മറിച്ച് ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിക്കുന്നതിനും അത് പാലിക്കുന്നതിനുമാണ് ഗവർണർമാർ ശ്രമിക്കുന്നത് എന്ന വാദം കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കേരളവും തമിഴ്നാടും കേസിൽ കക്ഷികളായിട്ടുള്ള കേരള തമിഴ്നാട് സർക്കാരുകൾ കഴിഞ്ഞ ദിവസം പ്രാഥമികമായ വാദം കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ളതായിരുന്നു കേരള തമിഴ്നാട് സർക്കാരുകൾ കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. എന്നാൽ ഭരണഘടനാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും വിശദമായ വാദം കേൾക്കണം, രാഷ്ട്രപതിയും ഗവർണർമാരും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് സോളിസിറ്റർ ജനറലും കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും വാദം പുരോഗമിക്കുകയാണ്. നേരത്തെ സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുകയായിരുന്നു സുപ്രീം കോടതി വിധിയിലൂടെ ചെയ്തത്. അതിൽ രാഷ്ട്രപതി ഭരണഘടനയുടെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് റഫറൻസ് നൽകുകയും ഭരണഘടന നിശ്ചയിക്കാത്തൊരു സമയപരിധി കോടതി വിധിയിലൂടെ രാഷ്ട്രപതിക്കും ഗവർണർക്കും നിശ്ചയിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കുമോ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. ദേവിക. ശരി ജിഷ്ണു.